നമ്മുടെ ഖൽബ് ഏതു കാര്യം വന്നാലും പെട്ടെന്ന് ചെല്ലേണ്ടത് എവിടേക്കാണ്? ഇലാ ജനാബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഖൽബ് എപ്പോഴും നീങ്ങിക്കൊണ്ടേയിരിക്കണം. ലൗ ഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. മുൻഗാമികളായ പല മഹാന്മാരും പറഞ്ഞ ഒരു പ്രയോഗമാണ്. ഒരു സെക്കൻഡ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിൽ നിന്ന് മറഞ്ഞു നിന്നാൽ ഞാൻ എന്നെക്കുറിച്ച് മുസ്ലിമാണെന്ന് പറയുകയില്ല. അതായിരുന്നു അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ട പോലെ കണ്ടവർ, അവർക്ക് വിവാദത്തിനു നേരമില്ല, അവർക്ക് തർക്കങ്ങൾ ഇടപെടാൻ സമയമില്ല. അവര് തങ്ങളെ രുചിക്കുകയാണ്. തങ്ങളെ എന്താണെന്ന് അറിയാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തർക്കിക്കുകയാണ്. അനറബി ഭാഷയിൽ ഖുർആൻ എഴുതുന്നത് ഹറാമാണ്. അനറബി ഭാഷയിൽ ഖുർആൻ എഴുതുന്നത് ഹറാമാണ്. നിങ്ങള് മൊബൈലിലൂടെ എഴുതി വിട്ടു ബിസ്മില്ലാഹി, മൊബൈലിലൂടെ എഴുതി വിട്ടു തവക്കൽതു അലല്ലാഹ്, മൊബൈലിലൂടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് എഴുതി വിട്ടോ. കരുതണം, ശരിക്ക് ശ്രദ്ധിക്കണം. ഖുർആനിന്റെ വചനങ്ങൾ അനറബിയിൽ എഴുതിക്കൂടാ, അതതിന്റെ ബഹുമാനമാണ്. ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ, മലയാളത്തിൽ എഴുതിക്കൂടാ, അതുപോലെ തന്നെ മറ്റൊരു ഭാഷയിലും എഴുതിക്കൂടാ. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അതിന്റെ അവതരണം. അങ്ങനെയാണത് എഴുതേണ്ടതും. പറയാൻ പറ്റില്ല. എഴുത്ത് പോലും ഖുർആനിൽ എങ്ങനെയാണോ റസ്മിലുള്ളത് അങ്ങനെ എഴുതണം. അത് ഖുർആന്റെ ബഹുമാനാണ്. ചിലപ്പോ നമ്മൾ പഠിച്ച എഴുത്തില് കാണുന്ന കാഫായിരിക്കൂല ഖുർആനുള്ള കാഫ്, മാറ്റുണ്ടാവും. നമ്മൾ ഇങ്ങനെ ഒരു കാഫ് ഇട്ടാലും കാഫാകും. ഖുർആനിൽ അവിടെ കാഫ് വന്നത് ലാമ് മോഡലില്, അതിന്റെ നടുവിൽ ഒരു കൊക്ക കയറ്റായിരിക്കും. അതുപോലും എഴുത്തിൽ മാറരുത്. അതാണ് റസ്മു ഉസ്മാനി എന്ന് പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, അന്ന് വിവിധ പതിപ്പുകൾ ഉണ്ടാക്കിയിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ആ പതിപ്പുകൾ കൊടുത്തയച്ചു. ഇങ്ങനെ എഴുതാവൂ, മറ്റൊരു എഴുത്ത് എഴുതരുത്. എഴുത്തിന് പോലും ബഹുമാനുണ്ട്. നല്ല വെളിച്ചം ഉണ്ടാവണം. ചില ആൾക്കാർക്ക് ഒരു തോന്നൽ, പള്ളിന്റെ കറണ്ട് ആ ലൈറ്റ് ഓഫ് ആക്കി എന്ന് പറയും. മരി ബിസ്കറ്റ് കയ്യുമ്പോൾക്ക് കാണാൻ ഒരാൾ നീച്ചിട്ട് എല്ലാ ലൈറ്റ് ഓഫ് ആക്കി ഫാൻ ഓഫ് ആക്കി ആ പോയിക്കോളി. പള്ളിയിൽ ഇരിക്കണ ഒരാൾക്ക് ഖുർആൻ ഓതണമെന്നുണ്ടെങ്കിലോ അയാൾ പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ പുറത്തെ കൊലായ്മ വന്നിട്ട് ഇങ്ങനെ കറണ്ട്, ഉള്ളിൽ പള്ളിന്റെ കറണ്ടാണ്. പള്ളിക്ക് മാത്രം ഒരു കറണ്ട് ഇല്ല, ഗവൺമെന്റിന്റെ കറണ്ടാണ്. അതിന് പൈസ നമ്മൾ കൊടുക്കാണ്. പൈസ കൊടുക്കണം എന്തിനാ? ഈ പള്ളിയിൽ ഓതാൻ ആളില്ലെങ്കിൽ പോലും വെളിച്ചം ഉണ്ടാകേണ്ട സമയത്ത് നല്ല വെളിച്ചമാണ്. ഓവർ വെളിച്ചം ഉണ്ടായ നമ്മളെ കണ്ണിന് കേടാണ്. അതിനൊരു കണക്കുണ്ട്. ആ പാകമുള്ള വെളിച്ചം എപ്പോഴും പള്ളിയിൽ ഉണ്ടാവണം. ആവശ്യമുള്ളപ്പോൾ അത് വെറുതെ ഓഫാക്കി കളയരുത്. അത് പള്ളിയുടെ ഒരു പ്രൗഢിയുടെ ഭാഗമാണ്. ആദ്യമായി പള്ളിയിൽ ലൈറ്റ് കത്തിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ വല്ലാതെ അനുമോദിച്ചൊരു സംഭവം കാണാം. സയ്യിദുന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മഹാനവറുകള് യമനിൽ കച്ചവടത്തിന്, സിറിയയിൽ കച്ചവടത്തിന് പോയതാ. ഡമസ്കസിലെ ചന്തയിൽ നിന്ന് മഹാനവറുകൾ കിന്ദീൽ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. നമ്മളെ പഴയ റാന്തലിന്റെ ജ്യേഷ്ഠനാണ് ഈ കിന്ദീൽ എന്ന് പറഞ്ഞ സാധനം. അത് പളുങ്കിന്റെ കുപ്പിയ, അതിന് സൈത്തെണ്ണ ഒഴിച്ച് അതിന് തിരിയിട്ട് കത്തിക്കുന്ന സമ്പ്രദായമാണ്. ഇങ്ങനത്തെ കുറച്ച് വെളുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയുടെ പല ഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഒരു ദിവസം അതവിടെ കത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പം സ്വഹാബത്ത് പറയാ, പുന്നാര നബി തങ്ങളുടെ മുഖം ആ പ്രകാശത്തിൽ ഇങ്ങനെ ലംഘാണ്. സന്തോഷവും ഈ വെളിച്ചവും കൂടി കൂടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഇങ്ങനെ ലംഘുന്നു. അവിടെ നിന്ന് ചോദിക്കുകയാണ്, ആരാണ് ഈ ലൈറ്റ് തെളിയിച്ചത്? വിളക്ക് വെച്ചത് ആരാണ്? സ്വഹാബത്ത് ആവേശത്തോടെ പറഞ്ഞു, അത് തമീമുദ്ദാരിയാണ് നബിയെ. ഉടനെ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നല്ലേ? നവ്വർത്തൽ ഇസ്ലാം, തമീമുദ്ദാരി നിങ്ങൾ ഇസ്ലാമിനെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. നവ്വറല്ലാഹു അലൈക ഫിദ്ദുനിയാ വൽ ആഖിറ, നിങ്ങളെ ദുനിയാവും ആഖിറവും അല്ലാഹു പ്രഭാപൂരിതമാക്കട്ടെ.
നിങ്ങൾ ഖബറും ആഖിറും ഒക്കെ പ്രകാശമയമാവും അള്ളാഹുവിന്റെ പള്ളിയിൽ നിങ്ങൾ വെളുക്ക് വെച്ചാൽ. മദീനക്ക് ഒരു പവിത്രത ഉണ്ട്. എന്താ മദീനന്റെ പവിത്രത? മൻ ജഅനി സായിറൻ, എന്നെ ആരെങ്കിലും സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നാൽ ലാ തുഅ്മിലുഹു ഹാജത്തുൻ ഇല്ലാ സിയാറത്തി, എന്നെ സിയാറത്ത് ചെയ്യലല്ലാതെ മൂപ്പരുടെ വരവിന് വേറെ ഒരു ലക്ഷ്യവും ഇല്ല. ഈ മദീനയിലുള്ള ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. അത് വലിയ അപകടമാണ്. മദീനയിൽ നിന്ന് എന്തെങ്കിലും ഒരു അപകടം വന്നു പോയാൽ, ഒരു കള്ളുകൂടി ഉണ്ടായാൽ കള്ളുകൂടിന്റെ ഹറാമേ ഉണ്ടാവുള്ളൂ. കള്ളുകൂടിന്റെ ഹറാമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ ചെറുതാക്കല്ല, ശേഷം വരാൻ പോകുന്ന ആശയത്തിനെ വലുതാക്കുകയാണ്. വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ച ഹറാമ ഉണ്ടാവുക. മദീനയിൽ നിന്ന് അദബുകേട് കാണിച്ചാൽ ആ ഹറാമിൽ ഒതുങ്ങൂല. ഇതുവരെയുള്ള അമലൊക്കെ പൊളിഞ്ഞു പോകും. മദീനയിൽ നിന്ന് ആവേശമല്ല വേണ്ടത്, ആദർശമാണ് വേണ്ടത്. മദീനയിൽ നിന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. അവിടെ ഇമാമിങ്ങൾ പറയുന്നതാണ്, നീ റാക്കിൽ വെച്ച ചെരുപ്പ് താഴെ ഇടുമ്പോ ആ സൗണ്ട് റൗലയിൽ നിന്ന് കേൾക്കുന്നത് വരെ നീ പേടിക്കണം. നല്ല മദീന അദബിന്റെ നാടാ.